വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാരദാമ്മ എങ്ങനെ അനുഭവം വന്ന കാര്യങ്ങളൊക്കെ ഗോപാലകൃഷ്ണനോട് പറയുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, ഇതൊക്കെ നിൻ്റെ വെറും തോന്നലുകൾ മാത്രമാണ്, നമ്മൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ നിരപരാധികളാണ് എന്നുള്ളത് നമ്മുടെ മനസ്സിനെയാണ് ബോധ്യപ്പെടുത്തേണ്ടത് എന്ന് പറയുമ്പോൾ, കക്കാൻ അറിയാമെങ്കിൽ എനിക്ക് നിൽക്കാനും അറിയാം എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. അന്നേരം അത് എനിക്കും അറിയാം, പക്ഷേ എനിക്കത്ര മനോധൈര്യമൊന്നും ഇല്ല എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ്മ ആകെ ടെൻഷനിലാണ്. ഗോപാലകൃഷ്ണൻ ഒരു വിധത്തിൽ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ എത്ര സൂക്ഷ്മതയോടെ നമ്മൾ കാര്യങ്ങൾ ഒളിപ്പിക്കാൻ നോക്കിയാലും ഒരു തരത്തിൽ അത് പുറത്ത് വരിക തന്നെ ചെയ്യും. അങ്ങനെ ഒരു ഇത് കൊലപാതകത്തിന് പിന്നിൽ എല്ലാ കഥകളിലും ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും. പക്ഷേ ഇവിടെ നമ്മളായിട്ട് നമ്മുടെ ശവക്കുഴി തോണ്ടരുത്, ഒരു തെളിവ് ഇവിടെ ഉപേക്ഷിക്കാനായിട്ട് പാടില്ല. എന്തെങ്കിലും വന്നാലും ഞാൻ നോക്കിക്കോളാം, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ പോകുന്നുണ്ട്. പക്ഷേ ശാരദാമ്മ ആകെ പേടിച്ച് തന്നെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ശാരിക വന്ന് ചോദിക്കുന്നുണ്ട്, അമ്മയെ ശ്യാമയും രോഹിത്തും കൂടി എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അന്നേരം എന്നോടൊന്നും പറഞ്ഞില്ല, അവരിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ എന്ന്. അന്നേരം ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ അവരിനി തിരികെ ഇനി വീട്ടിലേക്ക് പോവുകയാണോ എന്തോ, മുറിവൊന്നും ഉണങ്ങിയിട്ടില്ല, പിന്നെ എന്തിനാ ഇത്ര പെട്ടെന്ന് പോകുന്നത്, നമുക്ക് ചോദിക്കാമെന്നും പറഞ്ഞ് ശാരദാമ്മയെ ആണെങ്കിൽ ശാരിയെ വിളിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം രോഹിത്ത് ശ്യാമയും കൂടി പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങി വരികയാണ്. അന്നേരം എവിടെ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഈ സമയത്ത് എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ ഒന്ന് മാറി നിൽക്കാനായിട്ട് പോവുകയാണ്, ഒരു യാത്ര, എങ്ങോട്ടാണെന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് ഒരു കുറച്ച് ദിവസം മാറി നിൽക്കണമെന്ന് രോഹിത്തും പറയുന്നു. അപ്പോൾ എനിക്കും അതൊരു ആവശ്യം തന്നെയാണെന്ന് പറയുമ്പോൾ രോഹിത്ത് പെട്ടിയൊക്കെയായിട്ട് വരുന്നുണ്ട്. അന്നേരം എങ്ങോട്ടാണെന്ന് പോലും പറയാതെ എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ, തൽക്കാലം പോണ്ടിച്ചേരിയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവിടെ താമസിക്കാം, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് വരാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, അപ്പോൾ പപ്പിമോളുടെ പഠിത്തമൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ, അതിന് ഞങ്ങൾ മോളെ കൊണ്ടുപോകണില്ല, അവളുടെ പഠിത്തം നടക്കട്ടെ എന്ന് പറയുക. അന്നേരം ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, അപ്പോൾ കുഞ്ഞ് വരുമ്പോൾ എന്ത് പറയും, അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് നോക്കിയിരിക്കുകയായിരിക്കും എന്ന് പറയുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ചികിത്സയ്ക്കായിട്ട് അവിടെ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞാൽ മതി. അന്നേരം വിഷ്ണുവിനോട് ശാലിനിയോടും ഒന്നും പറയാതെ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ, അതൊക്കെ അമ്മ എങ്ങ് പറഞ്ഞാൽ മതി, നമ്മൾ എന്തായാലും പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവരിറങ്ങുന്നുണ്ട്. അന്നേരം ഓട്ടോ വരുന്നുണ്ട്. തുടർന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. അന്നേരം ഓട്ടോയിൽ കയറാൻ നേരം രോഹിത്തും ശ്യാമയും ടാറ്റയൊക്കെ പറയുന്നുണ്ട്. അന്നേരം അവർ പോകുന്ന നോക്കി ശാരദാമ്മയെ ശാരികയെ നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, ഒരു വിധത്തിൽ നല്ലത് തന്നെയാണ്, കുറച്ച് ദിവസം മാറി നിന്ന് വരുമ്പോൾ അവർക്കൊരു പുതിയ ജീവിതം ആരംഭിക്കുകയും ചെയ്യാമെന്നും പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തോളണേന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് ആ ഓട്ടോ പോയതിന് ശേഷമാണെങ്കിൽ വേറൊരു ഓട്ടോ വന്ന് നിൽക്കുന്നുണ്ട്. നോക്കുമ്പോൾ അതിൽ നിന്നും പിന്നെ വിജയലക്ഷ്മിയും കൃഷ്ണൻകുട്ടിയും കൂടി ഇറങ്ങി വരികയാണ്. അവരെ കാണുമ്പോഴേ ശാരികയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്ന വിജയലക്ഷ്മി ആണെങ്കിൽ ഓടി അങ്ങകത്തേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് ശാരി അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. എത്ര നാളായി മോളെ കണ്ടിട്ട്, അമ്മ മോളെ കൊണ്ടുപോകാനാണ് വന്നതെന്നും പറഞ്ഞ് നെറ്റിയിൽ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം കൃഷ്ണൻകുട്ടിയാണെങ്കിൽ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ്. രണ്ടുപേരുടെയും തകർത്ത് അഭിനയം തന്നെയാണ്. ശാരദാമ്മ മാറിയുന്നതെല്ലാം നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഞാൻ മകളെപ്പോലെ തന്നെ, മരുമകളായിട്ടല്ല മകളെപ്പോലെ തന്നെയാണ് കണ്ടത്, നമ്മുടെ ഭാഗത്തുനിന്ന് ഇത്തിരി തെറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊന്നും സാരമില്ല, ഞാൻ വന്നതേ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ്, പിന്നെ എന്താണെന്ന് വെച്ചാൽ എടുക്കാനുള്ളതൊക്കെ എടുത്തോ, ഒട്ടും സമയമില്ല, രാജീവ് വിളിച്ച് US നിന്ന് വിളിച്ചു പറഞ്ഞു നിന്നെ എത്രയും പെട്ടെന്ന് വീട്ടിൽ കൊണ്ട് പോകണം, അവിടെ താമസിക്കണമെന്നുള്ളത്, അതുകൊണ്ട് പോയി വന്നേ, എടുത്തുകൊണ്ട് വന്നേ, സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നേ, നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരം അന്നേരം പറ ശാരദാമ്മ ഒന്ന് പറയൂ, സമയമില്ല എന്നൊക്കെ ഇങ്ങനെ വിജയലക്ഷ്മി പറയുകയാണ്. അന്നേരം ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, ശാരി നീ ഇവരോടൊപ്പം പോകുന്നു എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ പോകാം, പക്ഷേ ആ വീട്ടിൽ രാജീവ് ഏട്ടൻ ഉണ്ടായിരിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ, അതെങ്ങനെ ശരിയാവും, രാജീവ് പിന്നെ അമേരിക്കയിലേക്ക് റിസർച്ചിന് പോയിരിക്കുകയല്ലേ, അവിടുത്തെ ജോലി മതിയാക്കി അവന് പെട്ടെന്ന് ഇങ്ങനെ പോരാനായിട്ട് പറ്റുമോ എന്നിങ്ങനെ അമ്മാവൻ ചോദിക്കുന്നുണ്ട്. അന്നേരം എന്തെങ്കിലും ഒരു ദിവസം വരുമല്ലോ, അപ്പോൾ ഞാൻ വരാം, അല്ലാതെ ഞാൻ വരില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പിന്നെ കൊച്ചിന് തൊട്ടിൽ ഉണ്ടാക്കാനായിട്ട് ആശാരി വരെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണൻകുട്ടി പറയുന്നുണ്ട്. തുടർന്ന് വിജയലക്ഷ്മി പറയുന്നുണ്ട്, നിന്നെ അവിടെ വീട്ടിലേക്ക് കൊണ്ട് ചെന്നില്ലെങ്കിൽ വീണ്ടും രാജീവ് വിളിച്ച് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ തെറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, എന്തിനാ വിളിച്ചുകൊണ്ട് പോകുന്നത്, വീണ്ടും മനോരമ ആശുപത്രി കൊണ്ടുപോയി തള്ളാനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നേരം വിജയലക്ഷ്മി പറയുകയാണ്, ശാരദാമ്മേ നമുക്കൊരു പനി വന്നാൽ എന്താ ചെയ്യുക, പനിയുടെ ഡോക്ടറെ കൊണ്ടുപോയല്ലേ കാണിക്കുന്നത്, അതുപോലെ രാത്രി പിച്ചും വേയും പറയുകയായിരുന്നു ശാരി, അതുകൊണ്ട് പിന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിച്ചു, അയാളിപ്പോൾ ഭ്രാന്തിന് മരുന്ന് കൊടുക്കുന്ന ആളാണെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. എന്തായാലും മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകണം, കൊണ്ടുപോയേക്കും, അല്ലെങ്കിൽ അവൻ വിളിച്ച് വഴക്കും പറയും, പൈസയും അയക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാരിക്ക് കാര്യം പിടികിട്ടുന്നുണ്ട്. അപ്പോൾ അതാണല്ലേ അമ്മയും അമ്മാവനും കൂടി സ്വന്തം നിലനിൽപ്പ് നോക്കി
നോക്കി ഇറങ്ങിയതാണല്ലേ, എന്തായാലും ഞാൻ വരില്ല, രാജീവേട്ടൻ ഉണ്ടെങ്കിലേ ഞാൻ വരികയുള്ളൂ എന്ന് പറയുമ്പോൾ തീരുമാനം ഉറപ്പിച്ചതാണോ എന്നിങ്ങനെ വിജയലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അന്നേരം അതെ, അല്ലാതെ ഞാൻ വരില്ല എന്ന് പറയുകയാണ്. അന്നേരം നീ വന്നില്ല എന്നുണ്ടെങ്കിൽ ആയുഷ്കാലം മൊത്തം നിനക്ക് ഇവിടെ നിൽക്കാനേ സാധിക്കത്തുള്ളൂ, അച്ഛനില്ലാത്ത കൊച്ചിനെയും കൊണ്ട് നിനക്ക് നടക്കേണ്ടി വരും, അവൻ അവിടെ ഏതെങ്കിലും മദാമയെ കെട്ടി സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നീ ഇപ്പം ഞാൻ ആശാരിയോട് എന്ത് പറയും എന്നിങ്ങനെ കൃഷ്ണൻകുട്ടിയും പറയുകയാണ്. അന്നേരം ഞാൻ ആദ്യം സുഖമായിട്ടൊന്ന് പ്രസവിക്കട്ടെ, ഇവിടെ നിന്ന് പ്രസവിക്കട്ടെ, എന്നിട്ടല്ലേ കൊച്ചിനെ തൊട്ടിലിട്ട് ആട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ ശാരിക പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ എന്ത് പറയുന്നു എന്നിങ്ങനെ വിജയലക്ഷ്മി ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, ഇവിടെ മനോരോഗ ആശുപത്രിയിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വന്നത് എൻ്റെ മകൾ ശാലിനിയാണ്, അവളോടൊന്നും ആലോചിക്കാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അന്നേരം എങ്കിൽ പിന്നെ ആലോചിച്ച് ഇവിടെ തന്നെ നിന്നോ, നിനക്ക് ഇവിടെ തന്നെ നിൽക്കാനേ പറ്റുള്ളൂ, ഇനി അങ്ങോട്ട് വരുന്ന കാര്യം നീ ആലോചിക്കുകയും വേണ്ട. പിന്നെ മകൾക്ക് പിന്നെ പ്രസവം നടത്തുമ്പോൾ ഒരു മുറിയും കൂടി റെഡിയാക്കി കൊടുക്കുക, ഒരു സപ്രമഞ്ച കട്ടിലും കൂടി ഒരുക്കി കൊടു, വാ കൃഷ്ണൻകുട്ടി ചേട്ടാ, നമുക്ക് ഇവിടെ വന്ന് ഇവിടെ വിളിക്കാൻ പറഞ്ഞാൽ നമ്മളെ പറഞ്ഞാൽ മതിയല്ലോ, ഇനി വന്നേ നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് വന്നതിനേക്കാളും സ്പീഡിൽ കൃഷ്ണൻകുട്ടിയും വിളിച്ചുകൊണ്ട് വിജയലക്ഷ്മി അങ്ങോട്ട് ഓട്ടോയിൽ കയറുന്നുണ്ട്. എന്നിട്ട് കൃഷ്ണൻകുട്ടി തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം ശാരിക എങ്ങനെയെങ്കിലും അവിടെ കൊണ്ട് ചെന്നാൽ രാജീവ് പൈസ അയക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ശാരികയെ വിളിക്കാനായിട്ട് വന്നത്, അല്ലാതെ സ്നേഹം കൊണ്ടൊന്നും അല്ല, അത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. തിരിച്ചവർ ഓട്ടോയിൽ കയറി പോവുകയും ചെയ്യുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, മോളെ എന്തൊക്കെ എങ്ങനെയായാലും അവരെത്ര ദ്രോഹം കാണിച്ചു എന്ന് പറഞ്ഞാലും നീ ജീവിക്കേണ്ടത് ആ വീട്ടിലല്ലേ എന്ന് പറയുകയാണ്. അന്നേരം അത് രാജീവേട്ടൻ വരട്ടെ, എന്നിട്ട് ജീവിക്കാം, അല്ലാതെ പിന്നെ ഞാൻ എങ്ങോട്ടത്തേക്ക് പോകില്ല, ഞാൻ പോയാൽ ഈ അമ്മയും അമ്മാവനും എനിക്ക് സ്വസ്ഥത ഒരിക്കലും തരില്ല, ഭക്ഷണം പോലും തരില്ല, എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ കാര്യം പോലും ഞാൻ മറന്നു പോവും എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ എന്ത് ചെയ്യും, പിന്നെ ഇവിടെ നിൽക്കേണ്ടി വന്നാലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ അന്തസ്സായിട്ട് പ്രസവിച്ച് എൻ്റെ കുഞ്ഞിനെ നോക്കൂ എന്ന് പറയുകയാണ്. അന്നേരം എങ്ങനെയും ചോദിക്കുമ്പോൾ അച്ഛൻ ഉപേക്ഷിച്ചിട്ട് അമ്മ 3 മക്കളെയും കൊണ്ട് ജീവിച്ച് കാണിച്ചില്ല, അതുപോലെ ഞാനും ജീവിച്ച് കാണിക്കും എന്ന് പറഞ്ഞിട്ട് ശാരീരിക സങ്കടമൊക്കെ വരുന്നുണ്ട്, കരയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് അതൊക്കെ പറയുന്നത്. എന്നിട്ടങ്ങ് സങ്കടപ്പെട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അന്നേരം ശാരദാമ്മ ചിന്തിക്കുന്നുണ്ട്, ഈശ്വര ചരിത്രം ആവർത്തിക്കുകയാണോ, ഇത് കാണാനും വേണ്ടിയും ഞാൻ ഇനി എന്താ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് ശാരദാമ്മ നിൽക്കുകയാണ്. ഇതേ സമയം അവിടെ സത്യഭാമയാണെങ്കിൽ ഉമ്മറത്ത് ആ ശ്യാമയും ഡോക്ടറും കൂടി സംസാരിച്ചത് എന്തൊക്കെയോ കേട്ടതും പിന്നീട് ഡോക്ടർ തരാതെ ചോദ്യത്തിന് മറുപടി തരാതെയൊക്കെ എണീച്ച് പോയതൊക്കെ ആലോചിച്ചിട്ട് എന്നിൽ നിന്ന് അവരെന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ പിന്നെ മനഃപൂർവ്വം ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് പോവേണ്ട ആവശ്യമില്ലല്ലോ, എന്തൊക്കെയായാലും ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ രാഘവൻ നായർ വരുന്നുണ്ട്, അവിടെ ഇരിപ്പുണ്ടോ എന്ന് പറഞ്ഞിട്ട്. അന്നേരം എന്നെ ചതിച്ചതാണല്ലേ എന്നിങ്ങനെ ഭാമ ചോദിക്കുകയാണ്. അന്നേരം അതാണ് ഇത്രയും നേരം നീ ആലോചിച്ച് കൂട്ടിയത്, എന്ത് ചതിച്ചു എന്ന് ചോദിക്കുകയാണ്. അന്നേരം എവിടെ നിന്നോ എഴുതിയൊരു പേപ്പർ കിട്ടുക, പിന്നെ ഗൈനക്കോളജി ഡോക്ടർ പരിഭ്രമിച്ച് എന്നെ മറച്ചു പോവുക, എന്തായാലും ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറയുമ്പോൾ നീ എന്ത് കണ്ടുപിടിക്കുമെന്ന്, അന്നേരം എന്നെ ഒളിപ്പിക്കുന്ന രഹസ്യങ്ങളുണ്ട്, അതെന്തായാലും ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ ഇങ്ങനെ ഭാമയും രാഘവനാരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ അബൂബക്കർ വരുന്നുണ്ട്. ആ ദേഷ്യത്തിലാണ് അബൂബക്കർ കാറിൽ നിന്ന് വന്ന് ഇറങ്ങുന്നതൊക്കെ. എന്നിട്ട് എന്താ നിങ്ങളുടെ ഭാവം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഈ വീട് ഒഴിഞ്ഞു തരാനായിട്ട് പറഞ്ഞില്ലേ, പിന്നെന്താ നിങ്ങൾ ഒഴിയാത്തത്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നൊക്കെ ഇങ്ങനെ ഭാമയ്ക്ക് നേരെ കൈ ചൂണ്ടി സംസാരിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, നമ്മൾ ഈ വീട് വാടകയ്ക്ക് എടുത്തത് സുബൈറിൻ്റെ കയ്യിൽ നിന്നാണ്, വാടക ചീട്ട് എഴുതിയിരിക്കുന്നത് സുബൈറിൻ്റെ പേരിൽ തന്നെയാണ്, അതിന് പിന്നെ സുബൈർ മരിച്ചുപോയ സ്ഥിതിക്ക് സുബൈറിൻ്റെ മകളുണ്ടല്ലോ, പ്രായപൂർത്തിയായ മകളുണ്ട്, 100 വന്ന് പറയട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ 100 200 ഒന്നും അല്ല കാര്യങ്ങൾ വന്ന് പറയുന്നത്, കുടുംബത്തിലെ കാരണവരെന്ന നിലയ്ക്ക് ഞാനാണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നിങ്ങനെ സ്വാമിക്ക് നേരെ കൈ ചൂണ്ടി സംസാരിക്കുകയാണ്. അന്നേരം പിള്ളയും പൊന്നിയൊക്കെ അങ്ങോട്ടത്തേക്ക് വന്നെന്ന് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അന്നേരം രാഘവൻ ചോദിക്കുകയാണ്, താൻ ആരെയാണ് പേടിപ്പിക്കുന്നത്, നമ്മൾ എഗ്രിമെൻ്റ് എഴുതിയത് ഈ സുബൈറിൻ്റെ പേരിൽ തന്നെയാണ്, അപ്പോൾ ഒന്നുകിൽ 100 പറയണം, അല്ലെങ്കിൽ സുബൈറിൻ്റെ ഒരു സഹോദരി ഉണ്ടല്ലോ സുബൈദ ഒന്ന് പറയട്ടെ എന്ന് പറയുകയാണ്. അന്നേരം സുബൈർ പറയുന്നുണ്ട്, എങ്കിൽ അവർ തന്നെ വന്ന് പറയും, നാളെ 100 വരും സുബൈദയും വരും, അപ്പോൾ പിന്നെ ഇങ്ങനത്തെയുള്ള ന്യായങ്ങളൊന്നും പറഞ്ഞേക്കല്ലോ, മര്യാദയ്ക്ക് ഒഴിഞ്ഞോളണം എന്നിങ്ങനെ പറയുമ്പോൾ ഈ പിന്നെ സത്യഭാമ പറയുന്നുണ്ട്, ഇങ്ങനെ പെട്ടെന്ന് വന്ന് ഒഴിഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ടത്തേക്ക് പോകാനാണ്, ഞങ്ങളിവിടെ ആയുഷ്കാലം മൊത്തം താമസിക്കാമെന്നും പറഞ്ഞിട്ടില്ല, വാടകക്കാർ തന്നെയാണ്, ഒഴിഞ്ഞു പോവുക തന്നെ ചെയ്യുക, അതിന് കുറച്ച് സമയവും സാവകാശമൊക്കെ വേണം, എങ്ങോട്ട് പോകാനാണെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, നിങ്ങളിവിടെ നിന്ന് ഒഴിഞ്ഞു പോയില്ല എന്നുണ്ടെങ്കിൽ ഇന്നോ നാളെയോ തന്നെ ഒഴിഞ്ഞു പോയിക്കോളണം, അല്ലെങ്കിൽ ഞാനിവിടെ JCB കൊണ്ടുവന്ന് ഇടിച്ച് നിരത്തും എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ രാഘവൻ നായർ പറയുന്നുണ്ട്, താനെന്തിനായി പേടിപ്പിക്കുന്നത്, ഇത് സുബൈറിൻ്റെ സ്വപ്നഭവനമാണ്, നമ്മളിവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടവർ തന്നെയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഒഴിഞ്ഞു പൊയ്ക്കോളാം, അതിനു വേണ്ടി താനിത് ഇടിച്ച് നിരത്തുകയൊന്നും വേണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട്, ഞങ്ങൾ ഈ വീടിന് കേടുപാട് ഒന്നും വരുത്തിയിട്ടില്ല, വാടകയിൽ
കുടിശ്ശികയൊന്നും വരുത്തിയിട്ടില്ല, താൻ ഞങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച ഡെപ്പോസിറ്റ് തുക തൻ്റെ കയ്യിലുണ്ടല്ലോ, അത് ഓർമ്മ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവസാനം ഇതൊക്കെ കേട്ടിട്ടും നസീറിൻ്റെ വാപ്പയാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ തന്നെയാണ്, ഒഴിഞ്ഞു പോകണമെന്ന് തന്നെയാണ്. ഇനി എന്നെ കൊണ്ട് ഇവിടത്തേക്ക് ഒരു വരുത്തിപ്പിക്കരുത്, മര്യാദയുടെ ഭാഷയിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഇന്നോ നാളെയോ ഒഴിഞ്ഞു പോയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ആകെ ദേഷ്യത്തിൽ നസീറിൻ്റെ വാപ്പയാണെങ്കിൽ അങ്ങ് കാറി കയറി പോകുന്നുണ്ട്. തുടർന്ന് ഭാമയാണെങ്കിൽ രാഘവൻ നായരോട് ദേഷ്യപ്പെടുകയാണ്. അല്ല, ഒഴിഞ്ഞു പോകാമെന്ന് പറഞ്ഞല്ലോ, ഇവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നത്, ഇവിടെ നിന്ന് ഒഴിഞ്ഞാൽ ഇവിടുത്തെ സാധനങ്ങളെങ്കിലും പറക്കി വെക്കാൻ ഒരു സ്ഥലം വേണ്ടേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, അതെന്തുവാ ഭാമയെ, നമ്മൾ വേറെ അങ്ങോട്ട് പോകുന്നത് എന്തിനാണ്, നമ്മുടെ വീട് അവിടെ ഒഴിഞ്ഞു കിടക്കുകയല്ലേ, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ, ഓ അവിടത്തേക്കാണെങ്കിൽ സത്യഭാമ വരില്ല, അവിടെ ഒറ്റയ്ക്ക് പോയങ്ങ് താമസിച്ചാൽ മതി, അങ്ങനെ ഒരു മോഹമൊന്നും ആർക്കും വേണ്ട എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ ഭാമയങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം പിള്ളയും പൊന്നിയൊക്കെ ഇത് കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, എടോ പിള്ളേ പറഞ്ഞത് കേട്ടില്ലേ, ഇതിപ്പോൾ വാശിയായിട്ട് നിന്നാ ഇനിയിപ്പോൾ എന്താ ചെയ്യാനാ, തൻ്റെ എന്തെങ്കിലും വഴിയുണ്ടോ എന്നിങ്ങനെ രാഘവൻ നായർ പിള്ളയോട് ചോദിക്കുമ്പോൾ പിള്ളയും പൊന്നിയൊക്കെ ഇങ്ങനെ വിഷമിച്ച് തന്നെ നിൽക്കുകയാണ്. ഇതേസമയം അവിടെ കുടുംബശ്രീ വീട്ടിലാണെങ്കിൽ ഉമ്മറത്തിരുന്ന് പപ്പിയും സത്യയൊക്കെ ഹോംവർക്ക് ചെയ്യുകയാണ്. അന്നേരം പപ്പി സത്യം പറയുന്നുണ്ട്, ദേ എൻ്റേത് കഴിയാറായി എന്ന് പറയുമ്പോൾ എൻ്റേതും കഴിയാറായി എന്ന് പറഞ്ഞ് അവരവിടെ അകത്ത് അത് ഉമ്മറത്തിരുന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം അകത്താണെങ്കിൽ ശാരിക ഇരുന്ന് എന്തോ ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, മോളെ, ഈ കാലത്ത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയക്കുക എന്നതല്ല, അവളവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നുള്ളതാണ് മാതാപിതാക്കൾ ഉറപ്പുവരുത്തേണ്ടത്. പക്ഷേ അത് ഈ കാലത്ത് 100-ൽ 1-2 പേർക്ക് മാത്രമേ അങ്ങനെ കിട്ടാറുള്ളൂ. അതെൻ്റെ മകൾക്ക് വേണമെന്ന് ഞാൻ വാശി പിടിക്കുന്നത് ശരിയല്ലല്ലോ എന്നിങ്ങനെ സംസാരിക്കണം. അന്നേരം ഇത് കേട്ടുകൊണ്ട് ശാരദാമ്മയും വരുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, അവരിപ്പോൾ കാണിക്കുന്ന സ്നേഹമൊക്കെ വെറും കാവട്ടി മാത്രമാണ്, അവർക്ക് പൈസയ്ക്കും ഇതിന് വേണ്ടി നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അവരെന്നോട് ഈ സ്നേഹം കാണിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, എന്തായാലും പിന്നെ രാജീവിൻ്റെ അമ്മയല്ലേ അവർ, രാജീവിനെ പ്രസവിച്ച സ്ത്രീയാണ്, അപ്പോൾ നിന്നേക്കാളും അധികാരം അവർക്ക് തന്നെ, രാജീവിനോട് അവർക്ക് തന്നെയാണ്. പക്ഷെ നീ അവരോട് സംസാരിക്കുമ്പോൾ നിന്നുള്ള ദേഷ്യമാണ് അങ്ങനെ സംസാരമായിട്ട് പുറത്തേക്ക് വരുന്നത്, അത് പാടില്ല എന്നേ പറയുന്നുള്ളൂ. എത്രയൊക്കെ ആയാലും അവർ നിൻ്റെ ഭർത്താവിനെ പ്രസവിച്ച അമ്മ, നിൻ്റെ ഭർത്താവിൻ്റെ അമ്മയല്ലേ, ആ ഒരു സ്ഥാനം അവർക്ക് കൊടുക്കണ്ടേ എന്നിങ്ങനെ സംസാരിച്ച് എങ്ങനെയെങ്കിലും ശാരികയെ അവരുടെ അടുത്തേക്ക് പറഞ്ഞ് ഇവിടെ സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവരിവിടെ സംസാരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ അവിടെ വിഷ്ണുവും ശാലിനിയും കൂടി കാറി വന്നിറങ്ങുന്നുണ്ട്. ഇറങ്ങുമ്പോൾ കുട്ടികളിങ്ങനെ നോക്കി നിൽക്കുന്നു. ഇത്രയും എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എന്തായാലും ശ്യാമയും രോഹിത്തും ഒക്കെ ഒരു ടൂർ മാറി നിൽക്കാനായിട്ട് പോയിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ കുട്ടികളെയും കൂടി പിന്നെ അവർ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്, വിഷ്ണുവും ശാലിനിയും കൂടി കൊണ്ടുപോകും. അപ്പോൾ അവർ കുറച്ച് ദിവസമെങ്കിലും ഒരുമിച്ചൊരു കുടുംബമായിട്ട് താമസിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള കുറേ ദിവസങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അതിനുശേഷമാണെന്ന് തോന്നുന്നു ഇനി എന്തൊക്കെയോ കേസും ബഹളമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിനുശേഷം അർജുനൊക്കെ തിരിച്ച് എത്തുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ അടുത്തടുത്ത എപ്പിസോഡുകളിലാണ്. അതൊക്കെ പിന്നീട് ഈ നസീറിൻ്റെ ആ ഒരു മരണത്തിൻ്റെ അന്വേഷണമൊക്കെ വരുന്നുണ്ട്. അതിലിനി ആരെ കൊടുക്കും എന്നുള്ളതാണ്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.